കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരുടെ ദിനങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പിനൊടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ISL സ്കോഡിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 28 സ്കോഡിൽ ചില പ്രമുഖ താരങ്ങളുടെ അസാന്നിധ്യം നമ്മളെ വല്ലാതെ പിടിച്ചുലക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് നമുക്ക് നമ്മുടെ ആ സ്കോഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഗോൾ കീപ്പർ പൊസിഷനിൽ വന്നിരിക്കുന്നത് സച്ചിൻ സുരേഷ്, നോറ ഫെർണാണ്ടസ്, സോംകുമാർ വർമ്മ, ഇത്രയും പേരുടെയാണ് ഗോൾ കീപ്പിംഗ് യൂണിറ്റ്. പ്രതിരോധ നിരയിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഐബൻ ഡോഹലിംഗ്, നവോച്ച സിംഗ്, മുഹമ്മദ് സഹീഫ്, പ്രീതം കോട്ടാൽ, മിലോസ് ഡിങ്കിച്ച്, ഹോർമിപ്പാൻ റീവ, പ്രബീർ ദാസ്, സന്ദീപ് സിംഗ്, അലക്സാണ്ടർ കൊയേഫ്. മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഫ്രെഡി ലാലങ്മായു ഉണ്ട്, വിപിൻ മോഹനുണ്ട്, ഡാനിഷ് ഫറൂഖ് ഭട്ട് ഉണ്ട്, യോഷിൻബ മീറ്റയുണ്ട്, അഡ്രിയാൻ ലോണയുണ്ട്, മുഹമ്മദ് അസറുണ്ട്, ബ്രൈസ് മിറാണ്ടയുണ്ട്, മുഹമ്മദ് ഐമൻ ഉണ്ട്, അമാവിയുണ്ട്, സൗരവ് മണ്ഡലുണ്ട്. മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ജീസസ് ജിംനസ് ഉണ്ട്, ക്വാമി പെപ്പറുണ്ട്, ഇഷാൻ പണ്ഡിതയുണ്ട്, ശ്രീകുട്ടനുണ്ട്, നോഹാസ് ദോയി ഉണ്ട്, പിന്നെ നമ്മുടെ രാഹുൽ കെ പി ഉണ്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ട അസാന്നിധ്യങ്ങളിൽ ഒന്ന് നമ്മുടെ ജോഷുവ സിറ്റീരിയയാണ്. ഓസ്ട്രേലിയയിൽ നിന്നും കൊണ്ടുവന്ന ജോഷുവ സിറ്റീരിയെ ബ്ലാസ്റ്റേഴ്സ് ബാക്കപ്പ് പ്ലെയർ ആയിട്ട് തന്നെ വെച്ചിരിക്കാനാണ് സാധ്യത. ഇൻ കേസ് ആർക്കെങ്കിലും പരിക്ക് പറ്റി കഴിഞ്ഞാൽ ജോഷി എടുത്ത് യൂസ് ചെയ്യാനാണ് സാധ്യത. പിന്നെ ഇതുപോലെ തന്നെ ഏറ്റവും മിസ്സിംഗ് ആയിട്ടുള്ള രണ്ടുപേരാണ് നമ്മുടെ ജൂനിയർ ലെവൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന കോറോ സിംഗ് ടീമിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ്. ആളിന് വരെ നാഷണൽ ടീം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ മലയാളി താരമായിട്ടുള്ള ബിജോയ് വർഗീസിനെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിൻ്റെയും കാരണം എന്താണെന്നറിയില്ല. അപ്പം പ്രധാനമായിട്ടും ഇതിനകത്ത് 3 അസാന്നിധ്യങ്ങൾ, ഒന്ന് ജോഷുവ സിറ്റീരിയോ, പിന്നെ നമ്മുടെ കോറോ സിംഗ്, ബിജോയ് വർഗീസ്, ഈ 3 പേരാണ്. അങ്ങനെ കൊമ്പന്മാർ ഈ സീസണിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്.